ഒരു സഹോദരി ജനാപത്തുകാരിയായി കുളിക്കുന്നതിൻ്റെ മുമ്പ് ആർത്തവം ഉണ്ടായെങ്കിൽ അവർ ശുദ്ധിയായി കുളിക്കുന്നത് വരെ ജനാപത്തുകാരിയുടെ നിലയിലാണോ ഉണ്ടാവുക? അവർക്ക് ദിക്റ് ചൊല്ലാനോ ഖുർആൻ അറിയുന്ന ഭാഗങ്ങൾ പാരായണം ചെയ്യാനൊക്കെ പറ്റൂലേ എന്നാണ് ഒരു ചോദ്യം. ജനാപത്തുകാരിയായിരിക്കെ പിന്നീട് വലിയ ശുദ്ധി ആർത്തവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ ജനാപത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല. അവര് ആ ആർത്തവത്തിൽ എപ്പോഴാണ് ശുദ്ധിയാവുന്നത് ആ നിലക്ക് ആ സമയത്ത് കുളിച്ചാൽ തന്നെ മതിയാവുന്നതാണ്. കാരണം രണ്ടും ഒരേ ഹുക്മിലാണ് വരുന്നത് എന്നതിനാൽ. പിന്നെ സംശയം എന്താന്നുള്ളത് അവർക്ക് പിന്നെ ദിക്റ് ചൊല്ലാനോ ഖുർആൻ അറിയുന്ന പാരായണം ചെയ്യാനോ പറ്റൂലേ എന്നുള്ളതാണ്. അതിന് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ജനാപത്തുള്ളവരാണെങ്കിലും ജനാപത്ത് അല്ലാതെ ആർത്തവം മാത്രം ഉണ്ടായി അല്ലെങ്കിൽ നിഫാസ് മാത്രമുള്ളവരാണെങ്കിലൊക്കെ അത്തരം ഇബാദത്തുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു തഖ്ഫീഫുൽ ഹദസ് അഥവാ അശുദ്ധിയെ ലഘൂകരിക്കുക എന്നതിന്റെ ഭാഗമായി ഒരു വുളൂ ചെയ്തുകൊണ്ട് അത്തരം ഇബാദത്തുകളിലേക്ക് കടക്കുകയാണെങ്കിൽ യാതൊരു വിരോധവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.